നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇന്ന് നീലമരി ചെടിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതാണ് നീലമരി ചെടി. മെഡിസിനിൽ നല്ല ഗുണങ്ങളുള്ള ചെടിയാണിത്. ഇത് നമ്മൾ എണ്ണ കാച്ചാനും അതുപോലെ പലവിധ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇത് ഒരു ഷബ്ബ് ഇനത്തിൽപ്പെട്ട ചെടിയാണ്. സൗത്തിലും എൻ്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഇത് നല്ലോണം ഉണ്ടാവുന്നതാണ്. പിന്നെ ഈ നെല്ലിച്ചെടിയിലൊക്കെ പോലെയാണ്. ഇപ്പോൾ ഈ ഫാമിലി പെട്ടതാണ്. അതിൻ്റെ ഇല കണ്ടറിയാൻ ചെറുതായിട്ട് ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് പോലെ ഉണ്ട്. ഇൻഡിഗോ പ്ലാന്റ് എന്നും ഇതിനൊരു പേരുണ്ട് ഈ ചെടിക്ക്. വസ്ത്രങ്ങൾക്കൊക്കെ കളർ ചേഞ്ച് ചെയ്യാനൊക്കെ ഈ ഒരു ചെടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലമുടി ഡൈ ചെയ്യാനും ഒക്കെ ഈ ചെടി ഉപയോഗിക്കുന്നതാണ്. കണ്ട് ഇങ്ങനെയാണ് പൂവുണ്ടാവുക. വിത്ത് കൊഴിഞ്ഞിട്ടാണ് അതിൻ്റെ മെയിനായിട്ട് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഈ ഒരു ചെടി വിത്താവുന്നതോടുകൂടി ചെടി നശിച്ചു പോകും. പക്ഷേ ഈ ചെടി ഈ പൂ വിരിഞ്ഞ് വിത്തായി കഴിഞ്ഞാൽ വിത്ത് ചെറിയൊരു പയറുമണി പോലെയാണ്. അതിൽ നിന്ന് വിത്ത് വീണിട്ട് പുതിയ ചെടി മുളയ്ക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ചെടിയുടെ ഒരു വളർച്ച രീതി. ഇത് കണ്ടത് ഇതൊക്കെയാണ്. ഇല ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ ചായ തയ്യാറാക്കി കഴിക്കും. വളരെ ശരീരത്തിന് നല്ലോണം ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുന്നതാണ് ഈ ചായ. അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ ഉണക്കി പൊടിച്ചിട്ട് ഈ വെളിച്ചെണ്ണയുടെ കൂടെ ചേർത്ത് ഓയിൽമെൻ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ മെഡിസിനിൽ നല്ലോണം ഗുണമുള്ളതാണ് ഈ നീലമരി ചെടി. പിന്നെ ഇത് ഈ ഇല ഡയറക്റ്റ് വെയിലത്ത് വേണ്ട, തണലത്തിട്ട് ഉണക്കി നല്ലോണം പൊടിച്ച് നമ്മളൊരു സപ്ലിമെൻ്റ് പോലെ കഴിക്കുന്നതാണ്. പാലിലൊക്കെ കലക്കി കുടിക്കുന്നതാണ്. അങ്ങനെയും ചെയ്യാറുണ്ട്. കണ്ടത് വിത്തൊക്കെ മൂത്ത് വരുമ്പോഴാണ് അത് ഉണങ്ങി കൊഴിഞ്ഞ് അതിൻ്റെ വിത്ത് വീഴുക. ചെറിയ പയറുമണി പോലെയാണ് അതിൻ്റെ വിത്ത്. അങ്ങനെ ചർമ്മരോഗങ്ങൾക്കും മുഖക്കുരു ചൊറിച്ചിൽ എല്ലാത്തിനും ഇത് വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് പ്രതിരോധ ശക്തി വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പൗഡറൊക്കെ ചൂടുപാലിലോ ചൂടുവെള്ളത്തിലോ കലക്കി കഴിക്കുന്നത് നല്ലതാണ്. നീലമരി, നെല്ലി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സസ്യമാണ്. ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സസ്യമാണിത്. നീലമരി വിവിധ രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് തലവേദന, പനി, ജലദോഷം, ചുമ, നീരുവീക്കം, വാതം, അതിസാരം, ഛർദി, വയറിളക്കം, വൃക്കരോഗം, ഷുഗർ, മൂത്രാശയാണ് ബാധ, കരളിന് സംബന്ധമായുള്ള എല്ലാ അസുഖത്തിനും ഒക്കെ ഇതിൻ്റെ പൊടി എങ്ങനെയെങ്കിലും നമ്മൾ പൊടിയായിട്ടോ അതേപോലെ ചായ ആയിട്ടോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ ഇത് പച്ചയായിട്ടും കഴിക്കാം, പിന്നെ കഷായം വെച്ചിട്ടും കഴിക്കാം, പിന്നെ ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടും മരുന്നുകളിൽ ചേർക്കേണ്ടതാണ്. ദിവസവും കഴിക്കുന്നതിന് നല്ലത്. അതിപ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലോണം പൊടിച്ചിങ്ങനെ ഉണ്ടായിക്കോളൂ. ഇത് എണ്ണ കാച്ചാൻ വളരെയധികം നല്ലതാണ്. അകാലനര കുറയ്ക്കാൻ വേണ്ടി ഈ ചെടിയുടെ പൊടിയെടുത്ത് എണ്ണ കാച്ചും. വളരെയധികം നല്ലതാണ്. നല്ലോണം കഴുകിയെടുത്ത്, അധികം അഴുക്കൊന്നുമില്ല എന്നാലും നല്ലോണം കഴുകി എണ്ണയിലിട്ട് കാച്ചുമ്പോൾ അകാലനര കുറയ്ക്കുക, അതുപോലെ മുടി കൊഴിച്ചിൽ കുറയുക, പിന്നെ നല്ലോണം മുടിക്ക് കറുത്ത നിറം വരാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ പെട്ടെന്ന് നരയ്ക്കണ കാണാണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ നീലമരിയുടെ ഇലയും തൈരും കൂടി പൊടിച്ച് മിക്സ് ചെയ്ത് തലോട്ടിൽ തേച്ച് പിടിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പം നരകൾ മാറിക്കിട്ടും. അപ്പം നമ്മൾ ഇതെല്ലാവരും വീട്ടിൽ വളർത്തിയാൽ നല്ലതാണ്. നീലമരി നമ്മുടെ എണ്ണ കാച്ചാനും എല്ലാത്തിനും നല്ലതാണ്. നമുക്ക് പൊടിയായിട്ട് വാങ്ങിക്കാനും കിട്ടും. ഇതിങ്ങനെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ പൂവുകൾ. ഇത് ഉണ്ടായി വരണോട് കൂടിയിട്ട് ഈ ചെടി നശിച്ചു പോയി പുതിയ തൈ വളരും. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ തണ്ട് മുറിച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം. അത് റൂട്ട് ഹോർമോണിലൊക്കെ മുക്കിയിട്ട് വേണം. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുണ്ടായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ പൊടിച്ച് അവിടെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ കുറേ തൈ ഇങ്ങനെ പൊട്ടിമുളച്ചുണ്ടാവും.